തിരുവനന്തപുരം ആകെ അലയടിക്കുന്ന ഒരു പേരുണ്ട്. അത് സുഗതൻ എന്നാണ്. സുഗതൻ വീണ്ടും ജാമ്യത്തിനായി അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ സുഗതന് ജാമ്യം ലഭിക്കുക എന്നുള്ളത് സുഗതന്റെ മാത്രം ആവശ്യമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ഭരണസമിതിയുടെയും BJP കൗൺസിലർമാരുടെയും ആവശ്യമാണ് സുഗതന് ജാമ്യം ലഭിക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ BJPക്ക് ഇത് വലിയ തിരിച്ചടിയാകുകയാണോ? തീർച്ചയായും. കാരണം കാപ്പ കേസിൽ അകപ്പെട്ട ഒരു പ്രതിയാണ് സുഗതൻ. അപ്പോൾ അതുപോലുള്ളൊരു പ്രതിക്ക് ഇതുപോലെ ജാമ്യം ലഭിക്കുക എന്നുള്ളത് വളരെ റെയറാണ്. അത് വളരെ അപൂർവമായിരിക്കും. കാരണം ഏതൊക്കെ കുറ്റകൃത്യത്തിനാണ് ഇദ്ദേഹം ജയിലിലായിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു കാപ്പ കാര്യോപദേശക സമിതിയിൽ നിന്നും ഇതുപോലൊരു പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് വന്നാൽ മാത്രം ഒരു എന്താ പറയുക 99.9% ജാമ്യം കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. 0% ഉള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ BJP കൗൺസിലർമാരും മേയറായ VV രാജേഷും. അതെ. അപ്പോൾ സുഗതന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് താഴെ BJP പോവുകയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അപ്പോൾ ഈ പറയുന്ന പോലെ BJP ഭരണസമിതി ഡിസോൾവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആയിരിക്കണം BJP ഇങ്ങനെ ഒരു ഹാർഡ് കോർ ക്രിമിനലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അജണ്ട അതിന് പിന്നിൽ ഉണ്ടായിരിക്കണമല്ലോ. അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു BJP ആളെ പുറത്താക്കി മാതൃകാ പാർട്ടിയായിട്ടൊക്കെ ചിലപ്പോൾ സ്വയം അവരോധിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണേണ്ടി വന്നേനെ. എന്തായാലും സുഗതന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ കാപ്പ ഉപദേശക സമിതിയോട് അഭിപ്രായം ചോദിച്ചത് സമയമെടുക്കും. ഇനി അടുത്തുള്ള മീറ്റിങ്ങുകളിൽ സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇനി അടുത്ത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 1-2 മീറ്റിങ്ങുകളിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഇനി വെറും 18 ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ആ ഒരു സമയം. ഈ ജൂലൈ 24-ന് ഈ ഒരു സമയം തീരും. അപ്പോൾ അതിനുള്ളിൽ ഈ ഒരു ജാമ്യം കിട്ടുകയും ഈ ഒരു സത്യപ്രതിജ്ഞ തിരുത്തി പുനർസത്യപ്രതിജ്ഞ ചെയ്യുകയും വേണം ഈ ഒരു കൗൺസിലർ സ്ഥാനം ഉറപ്പിക്കാൻ. അപ്പോൾ അത് ചെയ്യാത്ത പക്ഷം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ കയ്യാലപ്പുറത്തെ തേങ്ങ കണക്കെയുള്ള കൗൺസിൽ ഭരണം നിലം പൊത്തുകയും അവിടെ മറ്റൊരു ഭരണസമിതി വരികയും ഈ ഒരു BJP തലസ്ഥാനത്തെ ആ ഒരു പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും തുടച്ചു മായ്ക്കപ്പെടും. തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ കാപ്പ കേസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. കേസ് ചുമത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് ബെയിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ BJP ചിലപ്പോൾ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള അഡ്വക്കേറ്റുമാരെ, അതായത് എക്സ്പീരിയൻസ് ഉള്ള അഡ്വക്കേറ്റുമാരെ ഇറക്കിക്കൊണ്ട് ചിലപ്പോൾ വലിയ പോരാട്ടമൊക്കെ നടത്തുമായിരിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ BJP ഒക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യം വരും. കാരണം BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ നടത്തിയ ആഹ്ലാദ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരുന്നില്ല. മാരാർജി ഭവനിലെ മുന്നിൽ മേയറുടെ കാർ കൊണ്ടുവന്നിട്ട് BJP കേരളത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത ഒരു ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കേരള സ്റ്റേറ്റ് നമ്പർ 1 വേണ്ടി വെയിറ്റിംഗ്. അതായത് അടുത്ത മുഖ്യമന്ത്രിയുടെ വണ്ടി, ഔദ്യോഗിക വണ്ടി മാരാർജി ഭവനിലെ മുറ്റത്ത് കിടക്കും എന്നുള്ളൊരു സൂചന നൽകിയുള്ള ഒരു ഫേസ്ബുക്ക് ചിത്രമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ BJP നടത്തിയ വലിയ ആഹ്ലാദ പ്രകടനങ്ങളുടെ ഭാഗമായി നരേന്ദ്രമോദി പോലും പോസ്റ്റ് ഇടുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അത്തരത്തിൽ നാണം കെട്ട് ഈ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തലയിൽ മുണ്ടിട്ട് ഓടേണ്ട ഒരു ഗതി വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ കൗൺസിലർമാരെല്ലാം തന്നെ രാത്രി ഇരുന്ന് ഇങ്ങനെ ലോ ബുക്കുകൾ എടുത്തു വെച്ച് പഠിക്കുകയായിരിക്കും, ഇതിൽ നിന്ന് എന്ത് ലൂപ്പ് ഹോൾ കണ്ടെത്തി നമ്മുടെ സുഗതനെ പുറത്തെത്തിക്കാം എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ഈ പറയുന്ന പോലെ എന്നിട്ടും പുറത്തു വന്നില്ല. 18 ദിവസങ്ങൾ കഴിഞ്ഞു, കൗൺസിലർ ഇല്ല, BJP ഭരണസമിതി ഡിസോൾവ് ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ ഒരു ആൾക്കാരുണ്ടല്ലോ. UDF-ഉം LDF-ഉം കൈകോർത്തുകൊണ്ട് ഉറപ്പായും ഒരു ഭരണസമിതി രൂപീകരിച്ച് ഒരു മേയറെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉറപ്പായുമുണ്ട്. പക്ഷെ ഇവിടെ മേയർ ആരാകും എന്നുള്ള ചർച്ച എനിക്ക് തോന്നുന്നു 18 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് മേയർ ആരായിരിക്കും എന്നുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. എന്തുതന്നെയായാലും LDF ആയിരുന്നു, ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു ഈ പറഞ്ഞ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് BJPക്ക് ഇട്ടുകൊടുത്തതാണ് സ്വന്തം ഈ പറഞ്ഞ പിടിപ്പുകേടുകൾ കൊണ്ട് സംഭവിച്ചു പോയത്, അഹങ്കാരമുണ്ട് അതിൽ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ LDF-നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി UDF കാൻഡിഡേറ്റ് ആണോ, കോൺഗ്രസിന്റെ മുഖമായ ശബരിനാഥനാണോ മേയർ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമായിരിക്കുന്നു. എന്തായാലും ഇനി അടുത്ത മീറ്റിങ്ങിന് കഴിഞ്ഞ ദിവസം
ഈ പറഞ്ഞ ഭരണസമിതി കൂടുന്ന ദിവസങ്ങളിലെ കോലാഹലങ്ങൾ, നാടകീയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ബുക്ക് വലിച്ചു കീറുന്നു, വെള്ളം എടുത്തൊഴിക്കുന്നു, ഓടുന്നു, ചാടുന്നു, പിടിക്കുന്നു, തള്ളുന്നു, എന്തൊക്കെയാണ് സംഭവിച്ചത്. അപ്പോ ഈ പറഞ്ഞ ഡ്രാമ അടുത്ത മീറ്റിംഗിലും ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ ഒരു യോഗം നടക്കാതെ അലസി പോകേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു അലങ്കോലപ്പെടുത്തേണ്ടത് BJPയുടെ ഏറ്റവും വലിയൊരു മുഖ്യപ്പെട്ട ആവശ്യമാണ്. അതിനു വേണ്ടി എന്ത് തറ വേലയും BJP കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ട്രെയിലറാണ് നമ്മൾ ആ ഒരു കഴിഞ്ഞ യോഗത്തിലെ കോലാഹലങ്ങൾ കണ്ടത്. അതെ, തീർച്ചയായിട്ടും ഗുണ്ടായിസം കാണിക്കുന്നു. അങ്ങനെ ചെമ്പഴന്തി ഉദയൻ എന്നുള്ള പുതിയ താരോദയം ഉണ്ടാകുന്നു. ശബരിനാഥൻ ഒറ്റക്കൈയിൽ ഇവരെയൊക്കെ പിടിച്ചു നിർത്തി ഇതൊക്കെ ഏതാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ വലിയ വലിയ ഡ്രാമകളൊക്കെ കണ്ടിരുന്നു. എന്തായാലും സുഗതന് വേണ്ടി പിടികൂടിയപ്പോൾ ഒരു ബാക്കിയുണ്ടായിരുന്ന ഒരു ഇച്ചിരി വില നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്തായാലും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിന്റെ പേരിൽ അവരെ ഡിഫെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞല്ലോ, കാപ്പ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചിരിക്കും ഹൈക്കോടതിയുടെ ആ ഒരു തീരുമാനം. ഇപ്പം ആ ഒരു റിപ്പോർട്ട് ഈ ഒരു ഉപദേശക സമിതിക്ക് അപേക്ഷ നൽകിയെങ്കിലും ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ ഒരു കാപ്പ ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിൽ നിയമിച്ചിരിക്കുന്ന ഏതാനും അംഗങ്ങളാണ്. ഈ അംഗങ്ങൾ ഒരു കാരണവശാലെയും ഈ സുഗതൻ അനുകൂലമായുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഈ ഒരു ഹൈക്കോടതിയിലേക്ക് അയക്കുമെന്ന് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഹൈക്കോടതിയിലും ഈ ഒരു സുഗതൻ ഫേമസ് ആണ്. കാരണം BJPയുടെ 20 കൗൺസിലർമാർ പുനഃസത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ഹൈക്കോടതിയാണല്ലോ വിധിച്ചത്. അപ്പോൾ ആ ഹൈക്കോടതിയിൽ ഈ ഒരു സുഗതൻ്റെ പേരുമുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു കാപ്പ കേസിൻ്റെ ഒരു അപ്രൂവൽ കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് കളക്ടറും അല്ലെങ്കിൽ ഇതുപോലെ സൂപ്രണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടർമാരുമാണ്. ഇവരുടെ ഈ ഒരു അഡ്വൈസ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഒരു കാരണവശാലും ഇതുപോലെ ഒരു ഹാർഡ് കോർ ക്രിമിനലിന് ജാമ്യം നൽകുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു വിധ ഉറപ്പും വേണ്ട. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇൻ എ സെൻസ് നമ്മളെല്ലാം കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ, സാഹചര്യം, കേസിന്റെ ഡെപ്ത് ഇതെല്ലാം നോക്കുകയാണെങ്കിൽ സുഗതന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത് ആര് മേയർ ആകും എന്നതിനെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങണമെന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 18 ദിവസത്തെ സാവകാശം നമ്മൾ കൊടുക്കണം. കാരണം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലും കോടതി സംവിധാനങ്ങളിലും വിശ്വാസമുള്ള പൗരന്മാരെന്ന നിലയിൽ അടുത്ത 18 ദിവസങ്ങൾ കാത്തിരുന്ന ശേഷം 19ാമത്തെ ദിവസം നമ്മൾ ആരാകും അടുത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ കസേരയിൽ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി ചർച്ച ആരംഭിക്കാം. പക്ഷെ ചർച്ചകൾ നടത്താം, ഓക്കെ. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ മേഘ. അതായത് ഈ LDFും UDFും കൈകോർത്ത് ഇവരെ താഴെ ഇറക്കിയെന്ന് തന്നെ വയ്ക്കട്ടെ, അവിടെയും ഒരു തർക്കം വരില്ലേ? അതായത് ഇത്ര കൗൺസിലർമാർ ഞങ്ങൾക്കൊപ്പം ഉണ്ട്, ഈ ഒരു സ്വതന്ത്രൻ ഞങ്ങൾക്കൊപ്പം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ മേയർ സ്ഥാനം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ഈ 2 പാർട്ടികളും കൂടി അടിയുണ്ടാക്കിയാൽ അത് അവിടെ ഒരു ആശയക്കുഴപ്പമല്ലേ? അവിടെയും ഇതുപോലെ BJPക്ക് ഒരു ലൂപ്പ് ഹോൾ കിടന്ന് കിട്ടുകയല്ലേ? ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം LDF UDFിനൊപ്പം നിൽക്കുമെന്ന് സമ്മതിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വി ജോയ് പറഞ്ഞിരുന്നു, നയപരമായുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ LDF UDFുമായി കൈകോർക്കാനുള്ള സാധ്യത കുറവാണെന്നൊക്കെ പറഞ്ഞു. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് നശിപ്പിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ LDFും UDFും കേന്ദ്രത്തിൽ BJPയെ എതിർക്കാൻ നിൽക്കുന്ന പാർട്ടികളാണെന്ന് പറയുമ്പോൾ ആൾക്കാർ ചിരിക്കും. അതെ, ഇന്ത്യ മുന്നണി വെറും കോമഡി ആണെന്ന് കരുതി വെച്ചിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ മുന്നണിയിൽ LDFിന്റെ സ്ഥാനം വെറും കുപ്പത്തൊട്ടിക്ക് സമം എന്നാണ് പറയാനുള്ളത്. അതെ, അപ്പോൾ ഈ ഒരു അവസരം കൃത്യമായി ഇപ്പോൾ കേരളത്തിൽ LDFിന്റെ ശത്രുക്കൾ, ഒപ്പോണൻസ് എന്ന് പറയുന്നത് UDF തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ അതൊരു വലിയ നാണക്കേടായി കണ്ടത് ഇവരെല്ലാവരും കൂടെ നിന്നുകൊണ്ട് തന്നെയാണ്. കേരളത്തിൽ BJPക്ക് വേരൂന്നാൻ അവസരം കൊടുക്കില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഈ പാർട്ടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇങ്ങനെ കൈവെള്ളയിൽ വച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനൊരു തിരുത്തൽ നടത്താൻ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് വില കൊടുത്തും അത് യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ LDFും BJPയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് അതെ എന്ന ഉത്തരം അടിവരയിട്ട് പറയേണ്ടി വരും.